ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. രക്ഷാപ്രവർത്തനം കൂടുതൽ കർശനമാക്കി സർക്കാർ. 1500 ആളുകളെ മാത്രമാണ് ബെയിലി പാലം വഴി ദിവസവും രക്ഷാപ്രവർത്തനത്തിനായി കടത്തിവിടുക. വിശദാംശങ്ങളുമായി അനഘ റീജ ഭരതനുണ്ട്. അനഘ, 7ാം ദിനമാണ് ഐബോർഡ് ഡ്രോൺ അടക്കം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചോ? അതോടൊപ്പം തന്നെ ഈ ഐബോർഡ് ഡ്രോൺ പരിശോധന അടക്കം എത്രത്തോളം സഹായകരമാകുന്നുണ്ട് അനഘ? അതിൽ ഇന്നത്തെ തിരച്ചിലുകൾ ഇന്ന് 6 മണിയോടുകൂടി തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. 9 മണി വരെയാണ് ഇത്തരത്തിൽ ബെയിലി പാലത്തിനുള്ളിലൂടെ ഈ ആളുകളെ ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശത്തേക്ക് കടത്തിവിടുക. SOGയുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും അടക്കം ഉള്ള ആളുകളാണ്. ഇത്തരത്തിൽ 1500 ആളുകളാണ് 6 സോണുകളിലായി തിരച്ചിലുകൾ നടത്തുക. സൂചിപ്പാറ, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള ചൂരൽമല ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലാണ് ഈ സംഘങ്ങൾ ഏതായാലും തിരച്ചിലുകൾ നടത്തുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലുകൾ തന്നെയാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത്. ഈ റഡാർ അടക്കമുള്ളവ എത്തിച്ച് പരിശോധിക്കുന്നതിലൂടെ ജീവന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഏതെങ്കിലും മൃതദേഹങ്ങളുടെ സാന്നിധ്യം എവിടെയെങ്കിലും ചളിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാലത്തിനടിയിലോ മറ്റോ കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റഡാർ അടക്കമുള്ള അല്ലെങ്കിൽ ഡ്രോൺ അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പരിശോധനകൾ നടക്കുന്നത്. കാരണം മണ്ണാണ്, ചളിയിൽ പുതഞ്ഞ അവസ്ഥയിലാണ് മൃതദേഹങ്ങൾ. വളരെ ആഴത്തിലാണ് ഇത്തരത്തിൽ മണ്ണ് വന്ന് പതിച്ചത്. പാറക്കൂട്ടങ്ങളുണ്ട്. ഇത്തരത്തിൽ ആഴത്തിൽ എവിടെയെങ്കിലും മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇത്തരം പരിശോധനയിലൂടെ നമുക്ക് ലഭ്യമാവും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ പ്രദേശത്തിലെ പഴയ മാപ്പും അതുപോലെ തന്നെ പുതിയ മാപ്പും അടക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. പഴയ മാപ്പിൽ നമുക്ക് ഈ പ്രദേശത്തിന്റെ ഘടന എങ്ങനെയാണെന്നും ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ നിലനിന്നിരുന്നു എന്നും അവിടങ്ങളിലെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്താണ്, പുതിയതായി അവിടങ്ങളിലേക്ക് എത്രത്തോളം പാറക്കൂട്ടങ്ങൾ വന്നടിഞ്ഞിട്ടുണ്ട്, മരക്കഷ്ണങ്ങൾ വന്നടിഞ്ഞിട്ടുണ്ട്, അവിടെ എത്രത്തോളം ചളി ആണ്ടുകിടക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ 2 മാപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മാപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പരിശോധനയും നിലവിൽ ഇപ്പോൾ നടക്കുകയാണ്. 7 ക്യാമ്പുകളാണ് ഈ ദുരിതാശ്വാസ ഈ മുണ്ടക്കൈ ചൂരൽമല പ്രളയവുമായി ബന്ധപ്പെട്ട മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഉള്ളത്. ഇതിൽ ഏറ്റവും അധികം ആളുകൾ നിലവിൽ ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നത് മേപ്പാടി സെന്റ് ജോസഫ് UP സ്കൂളിലാണ്. ഏതായാലും തിരിച്ചറിയാത്ത 8 മൃതദേഹങ്ങൾ കൂടി ഇന്നലെ പുത്തുമലയിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ 64 സെന്റിൽ ഇന്നലെ സംസ്കരിച്ചിട്ടുണ്ട്. മന്ത്രിമാരുടെ അടക്കം നേതൃത്വത്തിലായിരുന്നു ഇത്തരം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൽപ്പറ്റയിലെ പൊതുശ്മശാനത്തിലും 5 തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ കൂടി സംസ്കരിച്ചിട്ടുണ്ട്. 380 മരണസംഖ്യ നിലവിൽ ഇപ്പോൾ. ഇതിൽ 221 സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഔദ്യോഗിക മരണവിവരം. ഇതിൽ 206 ആളുകളെ കാണാതായി എന്നും സർക്കാർ തന്നെ വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ ആരൊക്കെയാണ് നിലവിൽ കാണാതായത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഒരേ കുടുംബത്തിലെ നിരവധി ആളുകൾ ഒന്നിച്ച് ഒലിച്ചു പോയതാണ്. അതുകൊണ്ട് തന്നെ ഈ റേഷൻ കാർഡ് അടക്കമുള്ളവ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആരൊക്കെ കാണാതായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ പരിശോധിച്ചു വരുന്നത്. ഏതായാലും നിലവിൽ ഇന്നത്തെ തിരച്ചിലുകൾ ആരംഭിച്ചിട്ടുണ്ട്. 6 സോണുകളായി വിവിധ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള SOG, പോലീസ്, ഫയർഫോഴ്സ്, ആർമി അടക്കമുള്ള നേവി അടക്കമുള്ള സംഘങ്ങൾ, ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംഘങ്ങൾ അടങ്ങിയ ഒരു സംഘമാണ് 6 സോണുകളായി നിലവിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ 6 മണിയോടുകൂടി തന്നെ പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 9 മണി വരെ മാത്രം ഇത്തരത്തിൽ ബെയിലി പാലത്തിനുള്ളിലൂടെ ആളുകളെ കടത്തിവിടും എന്നും സർക്കാർ വ്യക്തമാക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സൂചിപ്പാറയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോയ ആളുകളടക്കം അവിടെ കുടുങ്ങിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരച്ചിലുകൾ കൂടുതൽ കർക്കശമാക്കുകയാണ് ഇത്തരത്തിൽ സർക്കാർ ചെയ്യുന്നത്. കാരണം ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് ഇത്. ആളുകൾ സ്വന്തം നിലയ്ക്ക് തിരച്ചിലുകൾ നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നീട് അവരെ തിരിഞ്ഞു പോവേണ്ട ഒരു സാഹചര്യം വരും, അല്ലെങ്കിൽ അവരെ പിന്നീട് രക്ഷപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വരും എന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കർക്കശമായ സമീപനം സർക്കാർ സ്വീകരിക്കുന്നത്. ഏതായാലും മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്നാണ് ഈ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണമടക്കം എത്തിച്ചു നൽകുന്നത്. മറ്റ് പുറത്തു നിന്നുള്ള ആളുകൾക്ക്, സന്നദ്ധ പ്രവർത്തകർക്ക് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം എത്തിച്ചു നൽകാമെന്നും സർക്കാർ നിലവിൽ വ്യക്തമാക്കുന്നു. ഈ നഷ്ടപ്പെട്ട രേഖകളടക്കം തിരിച്ചു ലഭിക്കുവാനുള്ള കാര്യങ്ങളും നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഈ വിദ്യാർത്ഥികൾക്ക് SSLC,
+2 രേഖകളടക്കം നഷ്ടമായവർക്ക് അത് കിട്ടുവാൻ വേണ്ടി മേപ്പാടിയിലെ സ്കൂളിൽ സമീപിക്കാം, അവിടുത്തെ പ്രധാന അധ്യാപകനെ സമീപിക്കാം. അതിൻ്റെ ഫോൺ നമ്പർ അടക്കം നിലവിൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ മൊബൈൽ ഫോണുകളടക്കം നഷ്ടമായവർക്ക് മൊബൈൽ ഫോണുകളും അതായത് നാട്ടുകാരുടെ അടക്കം പ്രവർത്തിയിൽ ആരെങ്കിലും ഒക്കെ സ്പോൺസർഷിപ്പിൽ മൊബൈൽ ഫോണുകളടക്കം നൽകുന്ന കാര്യങ്ങളിലും നൽകും എന്നും ഇന്നലെ മന്ത്രി വ്യക്തമാക്കുന്നു. നഷ്ടപ്പെട്ടു പോയ അതേ മൊബൈൽ നമ്പർ തന്നെ ഇവർക്ക് ലഭ്യമാക്കും എന്നും ഇന്നലെ മന്ത്രി കെ രാജൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മന്ത്രിസഭയുടെ ഒരു ഉപക്യാമ്പ് തന്നെ കൽപ്പറ്റ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ എല്ലാ ദിവസവും ഇത്തരത്തിൽ ചൂരൽമലയിലേക്ക് എത്തുകയും അവിടുത്തെ കാര്യങ്ങളടക്കം ഏകോപിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നിലവിൽ ഇന്നത്തെ തിരച്ചിലുകൾ ആരംഭിച്ചിരിക്കുകയാണ്. 9 മണിവരെ ബെയിലി പാലത്തിലൂടെ 1500 ആളുകളെ മാത്രമാണ് നിലവിൽ ഇപ്പോൾ കടത്തിവിടുക. ഏതായാലും നിലവിലെ ഇന്നത്തെ തിരച്ചിലുകൾ വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തിരച്ചിലുകൾ നിലവിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ശരി, അത്തരത്തിൽ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഇന്നത്തെ തെരച്ചിൽ ഏകദേശം 6 മണിയോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ്. ചൂരൽമലയ്ക്ക് മുകളിലേക്ക് തെരച്ചിലിനായി പോകുന്നവരുടെ എണ്ണത്തിലടക്കം കർശനമായ നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ട്. അനഘ റീജ ഭരതനാണ് വിശദാംശങ്ങൾ നൽകിയത്.